നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സംസ്കൃതം ദേവഭാഷ എന്നാണ് പറയുക. അതായത് ദേവന്മാർ സംസാരിക്കുന്നത് സംസ്കൃതത്തിലാണ് എന്നർത്ഥം. ഇത് ആര്യന്മാരുടെ വരവോടെ ഉണ്ടായ വിശ്വാസമാണ്. ആര്യന്മാരുടെ വരവിന് മുൻപും ഇവിടെ ഗോത്രദൈവങ്ങൾ ഉണ്ടായിരുന്നു. ആ ദൈവങ്ങളെയും മനുഷ്യൻ ആരാധിച്ചിരുന്നു. അവരുടെ ഭാഷയിൽ, ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലാണ് ഈശ്വരൻ സ്വീകരിക്കുക എന്നൊരു സംശയം ചിലർക്കുണ്ട്. എന്നാൽ കളങ്കമില്ലാത്ത സ്നേഹവും ഭക്തിയുമാണ് ഈശ്വരൻ്റെ ഭാഷ. അതുള്ളവർ ഈശ്വരനെ ചിന്തിച്ച് എന്ത് ശബ്ദം പുറപ്പെടുവിച്ചാലും അതുതന്നെയാണ് പ്രാർത്ഥന. സ്വാഗതം ഇന്നത്തെ സന്ധ്യാദീപത്തിലേക്ക്. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. കേവലം ഒരു ചെറിയ ആരാധനാസ്ഥാനം എന്നതിൽ നിന്ന് വികാസം പ്രാപിച്ച് ലോകശ്രദ്ധ പിടിച്ചുപറ്റുമാറ് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണിത്. ആറ്റുകാലധിവാസിനി തൻ തിരുനടയിലൊരായിരവർണ്ണം. പൊങ്കാലയ്ക്ക് കിട്ടിയ അതിപ്രാധാന്യം കൊണ്ട് പൊങ്കാല മഹോത്സവം എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോഴും അത് ഈ മഹോത്സവത്തിന്റെ ഒരു ചടങ്ങ് മാത്രമാണ് എന്ന് നാം വിസ്മരിച്ചുകൂടാ. ദേവി നിന്നപദാനം വാഴ്ത്തും ദാനദയാ പരജന്മങ്ങൾ, ദാനദയാ പരജന്മങ്ങൾ. ആറ്റുകാൽ ഉത്സവത്തിന്റെ ആരംഭ ചടങ്ങ് കുംഭമാസത്തിലെ കാർത്തിക നാളിൽ കൊടുങ്ങല്ലൂരിൽ നിന്നും ആവാഹിച്ചു വരുത്തുന്ന ദേവീ ചൈതന്യത്തെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത്. ഇതിന് 2 കാപ്പുകളാണ് ഉപയോഗിക്കുക. ക്ഷേത്രതന്ത്രി ഒരു കാപ്പ് ക്ഷേത്രം മേൽശാന്തിയുടെ കയ്യിൽ കെട്ടുന്നു. മേൽശാന്തി ഒരു കാപ്പ് ദേവിയുടെ ഉടവാളിൽ കെട്ടുന്നു. ഇതേ സമയം തന്നെ കീഴ്ശാന്തിമാർ കസവ് സാരി മുറുക്കിയെടുത്ത് ദേവിയുടെ പ്രഭയിൽ ചാർത്തുന്നു. ഇതിനെ തിരുവുടയാട ചാർത്തൽ എന്നാണ് പറയുക. കാപ്പുകെട്ടുന്നത് മുതൽ ഉത്സവ അവസാനം വരെ മേൽശാന്തി പുറപ്പെടാശാന്തി എന്ന നിലയിൽ ക്ഷേത്രാങ്കണത്തിൽ തന്നെ ഉണ്ടാകും. പഞ്ചലോഹത്തിൽ നിർമ്മിച്ച 2 മോതിരങ്ങളാണ് കാപ്പുകെട്ടാൻ ഉപയോഗിക്കുക. ഇതിനെ പച്ചമഞ്ഞൾ ചേർത്ത് കെട്ടുന്നു. പുറത്തിനാര് പിരിച്ചാണ് കാപ്പുകെട്ടാനുള്ള ചരട് നിർമ്മിക്കുക. കാപ്പുകെട്ടലോടെ പുറത്തെ പച്ചപ്പന്തലിൽ തോറ്റംപാട്ട് ആരംഭിക്കുന്നു. അങ്ങനെ സർവമംഗളമംഗല്യയായ ദേവിയുടെ മഹോത്സവത്തിന് നാന്ദി കുറിക്കപ്പെടുന്നു. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. പണ്ഡിതന്മാർ ഗംഭീരമായ വാക്കുകളിലൂടെ ഈശ്വരനെ വർണ്ണിക്കുന്നു. സംഗീതജ്ഞൻ മധുരമായി ഈശ്വരഗാനം ആലപിക്കുന്നു. ചിത്രകാരന്മാരും ശില്പികളും ഈശ്വരരൂപം വരയ്ക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത്തരം കഴിവുകൾക്കിടയിൽ ഒരു സാധാരണക്കാരനായ ഭക്തൻ സദാ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് അവൻ്റെ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. ഈശ്വരന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ്. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. ശങ്കരധ്യാനപ്രകാരം ഗ്രഹിക്ക നീ തിങ്കൾ കലാഞ്ചിതം കൂടീരബന്ധനം ഗംഗാഭുജംഗവും നെറ്റിത്തടം തന്നീലങ്കജന്മാവിനെ ചുട്ടോരു നേത്രവും അർക്കചന്ദ്രന്മാർക്കിരിപ്പിടമായുള്ള തൃക്കണ്ണു രണ്ടും തിരുനാസികാഭയും സ്വർണപ്രഭാഭോഗി കുണ്ടലാലം കൃതം കർണദ്വയം ചാരുഗണ്ഡഭാഗങ്ങളും ബിംബാധരൂഷ്ടവും ദന്തരത്നങ്ങളും
ബിംബോകലീലാവലോകസ്മിതങ്ങളും ആനനാഭോജവും കാളക്കുടപ്രഭ മാനിനിയോജ്വലം കണ്ട പ്രദേശവും വക്ഷസ്ഥലോജ്വലസർപ്പഹാരം ലോക രക്ഷാകരങ്ങളാം 4 തൃക്കൈകളും മാനും മഴുവും വരദാഭയങ്ങളും ധ്യാനിക്കിലാനന്ദമേകും സനാതനം ആലിലയ്ക്കൊത്തൊരുദരപ്രദേശവും ചാലവേരോമാളി കാളികാഭംഗിയും ഭംഗ്യപുലിത്തോലുടുത്തൊരു ശോഭയും തുങ്കം കടീതടം ഭംഗി കാഞ്ചീശതം ഊരുദ്വയം ചാരുജാനുയുഗ്മങ്ങളും ചേരും കണങ്കാലടിത്താർ വിലാസവും ശ്രീപാദയുഗ്മേ വിളങ്ങും നഖങ്ങളും ലോപം വരാതെ മനസ്സിലോർത്തിടണം കേശാദിപാദവും പാദാദികേശവും ഈശാനുരൂപം നിരൂപണം ചെയ്തുടൻ അർച്ചനം തർപ്പണം നാമസങ്കീർത്തനം തച്ചരണാംബുജേ വന്ദനമർപ്പണം ഭക്ത്യാ ശിവോഹം ശിവോഹമെന്നിങ്ങനെ ഭക്തിപൂർവം സ്തുതി ചെയ്യുന്നവൻ ശിവൻ സായുജ്യമെങ്കിലും സാരൂപ്യമെങ്കിലും ശ്രീഭൂതനാഥന്റെ സാമീപ്യമെങ്കിലും മർത്യൻ നിരൂപിച്ചു പൂജ ചെയ്തിടുകിൽ ആയുരാന്തേ ലഭിച്ചിടുമറിക നീ പാർവതി ദേവിയെ കൂടെ സ്മരിക്കണം സർവകാലം മഹാദേവന്റെ സന്നിധൗ ദന്തിവദനനും താരകാരാദിയും അന്തികമേവുന്ന ദേവവൃന്ദങ്ങളും ഭൂതഗണങ്ങളും പോറ്റിതൻ കൂറ്റനും ചേതസ്സിൽ വന്നു വിളങ്ങേണമെപ്പോഴും സന്തതി സൗഖ്യം വരുത്തേണമീശ്വര സന്താപമൊക്കെയൊഴിക്കേണമീശ്വര ബന്ധുക്കളുണ്ടായി വരേണമെന്നീശ്വര ബന്ധമോക്ഷം വരുത്തേണമെന്നീശ്വര കീർത്തി കല്യാണം വരുത്തേണമീശ്വര അർത്ഥസമ്പത്തു വരുത്തേണമീശ്വര വ്യർത്ഥ ദുശ്ചിന്ത നശിക്കേണമെന്നീശ്വര ആർത്തി ദുഃഖങ്ങളകറ്റേണമീശ്വര മൂർത്തി സൗന്ദര്യം വരുത്തേണമീശ്വര ഇതം നിജാഗ്രഹം പ്രാർത്ഥിച്ചു കൊണ്ടുടൻ കൃത്തിവാസസിനെ സേവ ചെയ്താൽ ശുഭം. മഹാവിഷ്ണുവിന്റെ 8ാമത്തെ അവതാരമാണ് ബലരാമൻ. കൃഷിയുമായി ബന്ധപ്പെട്ട ബലരാമന്റെ ആയുധം കലപ്പയാണ്. ദേവകിയുടെ ഗർഭത്തിൽ രൂപപ്പെടുകയും എന്നാൽ രോഹിണി എന്ന മാതാവിന്റെ ഉദരത്തിൽ വളരുകയും ചെയ്ത കുട്ടിയാണ് ബലരാമൻ. വിഷ്ണുവിന്റെ 9ാം അവതാരമായ കൃഷ്ണന്റെ ജ്യേഷ്ഠനായി വളർന്നു. കൃഷ്ണകഥകളുടെ ധാരാളിത്തത്തിൽ ബലരാമന്റെ ചിത്രം മങ്ങിപ്പോയെങ്കിലും ബലരാമനുമായി ബന്ധപ്പെട്ട ധാരാളം കഥകൾ പുരാണങ്ങളിൽ നമുക്ക് കാണാനാകും. ഇന്ന് ബലരാമ അവതാരത്തെക്കുറിച്ചാണ് കഥയമാമയിൽ കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ പ്രധാനമായിട്ടും 3 രാമാവതാരങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്
സാക്ഷാൽ ഭാർഗവരാമനായി ഈ കേരളത്തിൻ്റെയൊക്കെ ഉൽപ്പത്തിക്കൊക്കെ കാരണമായി നാം കണക്കാക്കുന്ന സാക്ഷാൽ പരശുരാമസ്വാമിയായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. ത്രേതായുഗത്തിൽ ദശരഥപുത്രനായി അയോധ്യയിൽ ശ്രീരാമസ്വാമിയായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. വീണ്ടും ഒരു രാമാവതാരം കൂടി ഭഗവാൻ നാരായണൻ്റെതായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. അത് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവായിട്ട് ഭഗവാൻ പൂർണ്ണ രൂപത്തിൽ അവതരിച്ച സമയത്ത് ഭഗവാന്റെ അംശാവതാരമായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുന്ന ബലരാമസ്വാമിയാണ്. മറ്റ് 2 ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചും കഥയമമ്മയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഒരു അധ്യായം മുതൽ കുറച്ച് ദിവസം നമ്മൾ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമസ്വാമിയുടെ കഥകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് ബലരാമസ്വാമിയുടെ അവതാരത്തിൻ്റെ കഥയാണ്. നമ്മൾ ദശാവതാരങ്ങളുടെ പാരമ്പര്യങ്ങൾ പറയുമ്പോൾ പല ആളുകൾക്കും ചില സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിലൊക്കെ തന്നെ ഭഗവാന്റെ ഈ 8ാമത്തെയും 9ാമത്തെയും അവതാരങ്ങളെ കുറിച്ചിട്ടൊരു പ്രയാസം. പലയിടത്തും 8ാമത്തെ അവതാരമായിട്ട് ബലരാമസ്വാമിയെയും 9ാമത്തെ അവതാരമായിട്ട് കൃഷ്ണയും 10ാമത്തെ അവതാരമായിട്ട് കൽക്കിയാണ് കണക്കാക്കുക. എന്നാൽ ചില സമ്പ്രദായങ്ങളിൽ 8ാമത്തെ അവതാരമായിട്ട് കൃഷ്ണയും 9ാമത്തെ അവതാരമായിട്ട് ബുദ്ധനെയും 10ാമത്തെ അവതാരമായിട്ട് കൽക്കിയെയും കണക്കാക്കാറുണ്ട്. ഏത് രീതിയാണ് ശരി എന്നുള്ളതൊക്കെ ഓരോ രീതിക്ക്, ഓരോ സ്ഥലത്തിന് അവിടെയുള്ള ഗുരുക്കന്മാരുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് വ്യാഖ്യാനിക്കാം. എങ്കിലും കേരളീയ പാരമ്പര്യത്തിൽ നമ്മൾ കണക്കാക്കുമ്പോൾ നമ്മുടെ ദശാവതാരങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭഗവാന്റെ അവതാരം തന്നെയാണ് ബലരാമസ്വാമിയുടെ അവതാരം. ആ അവതാരത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിൽ ഭഗവാന്റെ അംശം, നാരായണൻ്റെ അംശം ഉള്ളതുപോലെ തന്നെ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സേവകനായിട്ടുള്ള ഭഗവാന്റെ തൽപ്പമായിട്ട് എല്ലാ സമയവും ഭഗവാന്റെ കൂടെയുള്ള അനന്തൻ്റെ ആദിശേഷൻ്റെ അംശം കൂടി ബലരാമാവതാരത്തിലുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. അദ്ദേഹം തന്നെയാണ് രാമാവതാരം സമയത്ത് ഭഗവാന്റെ അനുജനായിട്ട് ലക്ഷ്മണനായിട്ട് ജനിക്കുന്നത്. കൃഷ്ണാവതാരം സമയത്ത് ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ട് ജനിക്കുന്നു. പല ആചാര്യന്മാരും രസകരമായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. രാമാവതാരം കഴിഞ്ഞ് ഭഗവാൻ വൈകുണ്ഠത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് അടുത്ത അവതാരത്തിന് ഭഗവാൻ തയ്യാറെടുക്കുന്നു എന്ന് മനസ്സിലാക്കിയ സമയത്ത് അനന്തൻ ഭഗവാനോട് ചോദിച്ചു അത്രേ, ഭഗവാനെ, കഴിഞ്ഞ അവതാരത്തിൽ മുഴുവൻ അങ്ങയുടെ അനുജനായതുകൊണ്ട് തന്നെ അങ്ങ് പറയുന്നത് കേട്ടാണ് മുഴുവൻ സമയവും എനിക്ക് അനുസരിക്കേണ്ടി വന്നത്. എന്നാൽ ഈ അവതാരത്തിൽ അങ്ങ് ഞാൻ പറയുന്നത് കേൾക്കുന്ന തരത്തിലേക്ക് മാറിയാൽ വലിയ സന്തോഷമായിരുന്നു എന്ന് അനന്തൻ ഭഗവാനോട് പറഞ്ഞു എന്നും, അതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരുടെയെങ്കിലൊക്കെ മുമ്പിൽ പേടി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ സ്വന്തം ജ്യേഷ്ഠനായിട്ടുള്ള ആ ബലഭദ്രസ്വാമിയുടെ മുമ്പിലാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. പല സന്ദർഭങ്ങളിലും സുഭദ്രാഹരണം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നമുക്കത് കാണാനും പറ്റും. അത്രയധികം സ്നേഹമായിരുന്നു ആ 2 സഹോദരന്മാർ തമ്മിൽ. അപ്പം എങ്ങനെയാണ് ഭഗവാന്റെ അവതാരം, ബലരാമ അവതാരം ഉണ്ടായത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഭഗവാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണാവതാരം എടുക്കുന്നതിന് തൊട്ട് മുമ്പായി ദേവകിയുടെ ഗർഭത്തിലേക്ക് ആദിശേഷന്റെ അംശത്തോടുകൂടി ഭഗവാന്റെ ചൈതന്യത്തെ സ്വാംശീകരിക്കുന്നു. എന്നാൽ ഈ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെയും ക്രൂരനായിട്ടുള്ള കംസൻ അതിനെ ബലി കൊടുക്കും, അതിനെ നശിപ്പിക്കും എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ യോഗമായ ദേവിയെ വിളിച്ചുകൊണ്ട് ദേവിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ദേവകിയുടെ ഗർഭത്തിലുള്ള ആ ആദിശേഷന്റെയും തൻ്റെയും അംശത്തിലുള്ള ആ ബലരാമസ്വാമിയെ വസുദേവരുടെ തന്നെ മറ്റൊരു പത്നിയായിട്ട് നന്ദഗോപർക്കൊപ്പം അമ്പാടിയിലുള്ള രോഹിണി എന്ന് വിളിക്കപ്പെടുന്ന പത്നിയുടെ ഉദരത്തിലേക്ക് മാറ്റാനായി ഭഗവാൻ ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ യോഗമായ ദേവിയോട് ഭഗവാൻ പറയുന്നുണ്ട്, അവിടെയുള്ള യശോദ എന്ന് വിളിക്കപ്പെടുന്ന ആ ഗോപസ്ത്രീയുടെ ഗർഭത്തിൽ യോഗമായ ദേവിയായിട്ടുള്ള അങ്ങും പ്രവേശിക്കണം എന്നാണ്. അങ്ങനെ ബലഭദ്രസ്വാമിയുടെ അംശത്തെ, അനന്തൻ്റെയും ഭഗവാന്റെയും അംശത്തെ ആ യോഗമായ ദേവി ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റുകയും സ്വയം ദേവി തന്നെ യശോദയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ കംസൻ അറിയാണ് 7ാമത്തെ ഗർഭം, അതായത് ദേവകി ഗർഭിണിയായിരുന്നു, അവളുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയി, ആ കുട്ടി ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വാർത്ത കംസൻ അറിയാണ്. അപ്പം അതിനെ കൊല്ലാതെ കഴിഞ്ഞല്ലോ എന്നുള്ള ചിന്തയായിരിക്കാം ചിലപ്പോൾ ആ സമയത്ത് കംസന് വന്നിട്ടുണ്ടാവുക. അത് ഭഗവാന്റെ ലീലയാണ്, ഭഗവാനാണ് ആ കുട്ടിയെ അവിടെ നിന്ന് മാറ്റിയതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും മൂഢനായിട്ടുള്ള കംസന് ഉണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനെ രോഹിണിയുടെ ആ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്ന അനന്തൻ്റെയും
നാരായണൻ്റെയും അംശത്തോടു കൂടിയിട്ടുള്ള ആ കുട്ടിയാണ്. അക്ഷയ തൃതീയ ദിവസമാണ് ഭഗവാന്റെ അവതാരം. ആ രോഹിണിയുടെ ഗർഭത്തിൽ നിന്ന് ഭഗവാൻ ബലരാമനായിട്ട് അവതരിച്ചിട്ടുള്ളത്. ഇന്ന് പലപ്പോഴും അക്ഷയ തൃതീയൊക്കെ തന്നെ നമ്മൾ മറ്റ് ചില അവസരങ്ങളുമായിട്ട് കണക്കാക്കിയാണ് ആഘോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ബലരാമാവതാരം ഉണ്ടായിട്ടുള്ള ദിവസമാണ് അക്ഷയ തൃതീയ. ആ ഒരു വശം കൂടി മനസ്സിലാക്കി അക്ഷയ തൃതീയ ആഘോഷിക്കണം നമ്മൾ എന്നൊരു എളിയ അഭ്യർത്ഥന കൂടെ ഭഗവാന്റെ അവതാരം സ്മരിക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുണ്ട്. അങ്ങനെ ആ കുട്ടി ആ രോഹിണിയുടെ ഗർഭത്തിൽ നിന്ന് ജനിക്കുന്നു. അതിയായിട്ടുള്ള സൗന്ദര്യം, നല്ല കരുത്ത്, വളരെയധികം ഭംഗി ഒക്കെയുള്ള ആ കുട്ടിയെ പേരിടാനായിട്ട് യദുക്കളുടെ ആചാരനായിട്ടുള്ള ഗർഗ മഹർഷിയുടെ ഉള്ളിലേക്ക്, അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് നന്ദഗോപര്. അപ്പോൾ ആ ഭഗവാന്റെ മുഖം കാണുന്ന സമയത്ത് ഇവൻ എല്ലാവരെയും രമിപ്പിക്കുന്നത് കൊണ്ട്, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത് കൊണ്ട് ഇവനെ രാമൻ എന്ന് വിളിക്കാമെന്നും വളരെയധികം കരുത്തുള്ളവനായതുകൊണ്ട് ഇവനെ ബലൻ എന്ന് വിളിക്കാമെന്നും അങ്ങനെ പൊതുവിൽ ഇവനെ ലോകം ബലരാമൻ അല്ലെങ്കിൽ ബലഭദ്രൻ എന്ന പേരിലൊക്കെ തന്നെ അറിയപ്പെടും എന്ന് അവിടെ വെച്ചിട്ടാണ് ആ കുട്ടിക്ക് ഒരു പേര് കൊടുക്കുന്നത് ഗർഗാചാര്യർ. അങ്ങനെയാണ് ഭഗവാന്റെ ഏട്ടനായിട്ട് ആ ബലരാമസ്വാമിയുടെ അവതാരം ഈ ഭൂമിയിൽ ഉണ്ടാവുന്നത്. എപ്പോഴൊക്കെ കൃഷ്ണൻ എന്തൊക്കെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നതായിട്ടുള്ള ലീലകൾ ഭഗവാൻ തൻ്റെ അവതാര സമയത്ത് കൊണ്ടാടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ ഭഗവാനോടൊപ്പം തോളോട് തോൾ ചേർന്ന് യുദ്ധം ചെയ്യാനും ഭഗവാന്റെ കൂടെ ചർച്ചകളിൽ ഏർപ്പെടാനും എല്ലാ കാര്യങ്ങൾക്കും ബലരാമസ്വാമി ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നു. കേരളത്തിലടക്കം അദ്ദേഹം വന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. കർഷകരുടെ പ്രതീകമായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആയുധം തന്നെ ഹലമാണ്, കലപ്പയാണ്, ഒപ്പം തന്നെ മുസലം, ഒലക്ക. ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ ആയുധം. നമ്മുടെയൊക്കെ തന്നെ പാരമ്പര്യമായിട്ടുള്ള ആരാധനാ രീതിയിൽ കാർഷിക വൃത്തി അനുഷ്ഠിച്ചിരുന്ന എല്ലാ ആളുകളും ബലരാമസ്വാമിയെ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. അങ്ങനെയുള്ള നമ്മുടെയൊക്കെ തന്നെ പൂർവ്വപിതാമഹന്മാരൊക്കെ തന്നെ ആരാധിച്ചിരുന്ന ഭഗവാന്റെ തന്നെ അംശാവതാരമായിട്ടുള്ള ഭഗവാൻ തന്നെ ആയിട്ടുള്ള ആ സാക്ഷാൽ ബലഭദ്രസ്വാമിയുടെ അവതാര കഥ ഇന്നേ ദിവസം സ്മരിക്കാനുള്ളൊരു അവസരം നമുക്ക് കിട്ടിയതിൽ ഭഗവാനോട് നന്ദിയോടുകൂടി നമുക്കതിന് ഭഗവാനെ നമസ്കരിക്കാം. ബലരാമസ്വാമിയുടെ മറ്റൊരു കഥയുമായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഉപദേവതമാരുടെ ഗണത്തിൽ കണക്കാക്കപ്പെടുന്ന ഒരു പ്രതിഷ്ഠയാണ് ബ്രഹ്മരക്ഷസ്. എന്നാൽ അത് ഏത് മൂർത്തിയാണെന്നോ അതിനെ പൂജിക്കുന്നത് എന്തിനാണെന്നോ സാധാരണക്കാർക്കറിയില്ല. സത്കർമ്മങ്ങൾ ചെയ്തവരും അകാലത്തിൽ മരണപ്പെട്ടവരുമായ ബ്രാഹ്മണരുടെ ആത്മാക്കളിൽ ചിലത് മരണാനന്തരം പരമാത്മാവിൽ ലയിക്കാതെ അലഞ്ഞു നടക്കുന്നു. അതിനെ ശുദ്ധി ചെയ്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് ബ്രഹ്മരക്ഷസ് എന്ന മൂർത്തി. സാധാരണ ശിവലിംഗ രൂപത്തിലോ നിലവിളക്കിന്റെ രൂപത്തിലോ ആണ് ഈ മൂർത്തിയെ പ്രതിഷ്ഠിക്കുക. പാൽപായസമാണ് പ്രധാന നിവേദ്യം. അത് അർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ കുടുംബ ഐശ്വര്യം പ്രദാനം ചെയ്യും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഇത് ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ആദിപരാശക്തി ജഗദംബികയായി കുടികൊള്ളുന്ന ദേവതാസ്ഥാനം. ഒരു നാടിന്റെ സാംസ്കാരിക പരിസരത്തിന് ജീവൻ നൽകുന്ന ക്ഷേത്ര സങ്കേതം. ആലപ്പുഴ ജില്ലയിലെ ചെട്ടിക്കുളങ്ങര എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാവേലിക്കര നഗരത്തിന് സമീപമായാണ് ചെട്ടിക്കുളങ്ങര. കായംകുളം മാവേലിക്കര ദേശീയപാതയിൽ കായംകുളത്തു നിന്നും 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓണാട്ടുകര പ്രദേശത്തിൽ ഉൾപ്പെട്ടതാണ്. ഓടനാട് എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നു. കായംകുളം, മാവേലിക്കര, കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി താലൂക്കുകൾ ഉൾപ്പെടുന്നതാണ് ഓണാട്ടുകര. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓണാട്ടുകര പ്രദേശം ബൗദ്ധ സംസ്കാരത്തിന്റെ കേന്ദ്രമായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ്. പണ്ട് ചെട്ടിക്കുളങ്ങര ക്ഷേത്രം സ്ഥാപിക്കുന്നതിന് മുൻപ് കൊയ്പ്പള്ളി കാരാൺമ എന്ന കോപ്പള്ളി ക്ഷേത്രത്തിൽ ചെട്ടിക്കുളങ്ങരയിലെ ചില പ്രമാണിമാർ ഉത്സവത്തിന് പോയി. കൊയ്പ്പള്ളി ക്ഷേത്രത്തിൽ ഉത്സവം കണ്ടുകൊണ്ടു നിന്ന ചെട്ടിക്കുളങ്ങരയിലെ നാട്ടുപ്രമാണിമാരെ അവിടുത്തുകാർ ക്ഷേത്രമില്ലാത്ത കരക്കാർ എന്നു പറഞ്ഞ് ആക്ഷേപിച്ചു അത്രേ. ബൗദ്ധർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചുവെന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. ബൗദ്ധർ വാദത്തിൽ പരാജയപ്പെട്ട കാലത്ത് ബൗദ്ധർ എന്ന് വിളിക്കുന്നത് വലിയ ആക്ഷേപമായിരുന്നു. അപമാനിതരായ നാട്ടുപ്രമാണിമാർ ചെട്ടിക്കുളങ്ങരയിൽ ഒരു ക്ഷേത്രം സ്ഥാപിച്ച് ഇതിന് പ്രതികാരം വീട്ടണമെന്ന് തീരുമാനിച്ചു. ഇതിനായി
കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹം തേടാനും അവർ നിശ്ചയിച്ചു. തുടർന്ന് ഈ തീരുമാനം നടപ്പിലാക്കാൻ ചെമ്പോലിൽ കുടുംബനാഥന്റെ നേതൃത്വത്തിൽ പുതുപ്പുരയ്ക്കൽ, ചെറുമാളിക്കൽ, കരാലിൽ, മാങ്ങാട്ടത്ത്, ചരൂർ മേച്ചേരിൽ എന്നീ കുടുംബങ്ങളിലെ കാരണവന്മാർ ഉൾപ്പെടുന്ന ഒരു സംഘം തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. നിരവധി പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവർ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഏതാനും നാൾ ഭജനമിരുന്ന കരപ്രമാണിമാർക്ക് ദേവിയുടെ സ്വപ്ന ദർശനമുണ്ടായി. അടുത്ത ദിവസം അവിടുത്തെ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി ഒരു വാൾ കരപ്രമാണിമാരെ ഏൽപ്പിച്ചു. അവർ ആ വാളുമായി ചെട്ടിക്കുളങ്ങരയിൽ മടങ്ങിയെത്തി. വാൾ ചെമ്പോലിൽ കുടുംബത്തിൽ സൂക്ഷിക്കുകയുമുണ്ടായി. ഇതിനുശേഷം ഈ സമീപ പ്രദേശങ്ങളിൽ നടന്ന 2 സംഭവങ്ങളാണ് ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്ര സ്ഥാപനത്തിന് കാരണമായതെന്ന് പറയപ്പെടുന്നു. അതിലൊന്ന് ഇങ്ങനെയാണ്. ചെട്ടിക്കുളങ്ങരയ്ക്കടുത്ത് കരിപ്പുഴയിലെ കടത്തുവള്ളക്കാരൻ തന്റെ ജോലി തീർത്ത് പോകാനൊരുങ്ങുമ്പോൾ മറുകരയിൽ നിന്നും ഒരു വൃദ്ധ സ്ത്രീയുടെ വിളി കേട്ടു. ആ വൃദ്ധ സ്ത്രീയെ അസമയത്ത് ഉപേക്ഷിച്ചു പോകുന്നത് ശരിയല്ലെന്ന് കരുതിയ കടത്തുകാരൻ അവരെയും കൂട്ടി യാത്ര തുടങ്ങി. വഴിമധ്യേ വൃദ്ധസ്ത്രീ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയും വെളുപ്പിന് വള്ളക്കാരൻ ഉണർന്നു നോക്കിയപ്പോൾ വൃദ്ധയെ കാണാനുമുണ്ടായിരുന്നില്ല. ഈ അത്ഭുത സംഭവത്തെപ്പറ്റി അയാൾ നാട്ടുപ്രമാണിമാരെ അറിയിച്ചു. ഇതിനുശേഷം രണ്ടാമതൊരു സംഭവവും ഉണ്ടായതായി പറയപ്പെടുന്നു. ഇന്ന് ക്ഷേത്രം നിൽക്കുന്നതിന്റെ തൊട്ടടുത്തായുള്ള ഒരു നമ്പ്യാത്രി ഗൃഹത്തിൽ വീടിന്റെ കെട്ടിമേയൽ നടക്കുകയായിരുന്നു. പുരകെട്ടുകാർക്ക് ഉച്ചക്കഞ്ഞിയും മുതിരപ്പുഴുക്കും വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ അപരിചിതയായ ഒരു വൃദ്ധസ്ത്രീ അവിടെ എത്തി. അവരോടൊപ്പം കഞ്ഞി കുടിച്ച ശേഷം അവർ അവിടെ നിന്നും അപ്രത്യക്ഷയായി. ഈ സംഭവങ്ങൾക്ക് ശേഷം കരക്കാർ ഒരു ജ്യോതിഷിയെ കണ്ട് പ്രശ്നം വയ്പ്പിക്കുകയും പ്രശ്നവിധി പ്രകാരം ചെട്ടിക്കുളങ്ങരയിൽ ദേവീ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തി ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ആദ്യം ദേവീ ദർശനമുണ്ടായ വള്ളക്കാരൻ ക്രിസ്ത്യാനിയായിരുന്നു. അയാളുടെ ദേവീഭക്തി മുൻനിർത്തി ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ വെടിവഴിപാടിന്റെ ചുമതല പിന്നീട് അയാൾ ഏൽക്കുകയാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. ചെട്ടിക്കുളങ്ങര പ്രദേശത്തെ നാടുവാഴികളായിരുന്നു കുമ്പളത്ത് ചെമ്പോലിൽ കുടുംബക്കാർ. ഇന്ന് ചെട്ടിക്കുളങ്ങര ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം പണ്ട് വലിയ കാവായിരുന്നത്രേ. ഇത് മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്ന ഖാണ്ഡവ വനത്തിന്റെ ഭാഗമായിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ചെട്ടിക്കുളങ്ങര പ്രദേശത്തെ നാടുവാഴികളായ കുമ്പളത്ത് കുടുംബത്തിന് സമീപം കാർഷികോൽപ്പന്നങ്ങളും മറ്റും വിറ്റഴിക്കുന്നതിനായി ഒരു വ്യാപാര കേന്ദ്രം പ്രശസ്തമായ നിലയിൽ പ്രവർത്തിച്ചിരുന്നു. ഇവിടത്തെ പ്രധാന വ്യാപാര വ്യവസായികൾ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിപ്പാർത്ത ചെട്ടിവർഗക്കാരായിരുന്നു. വ്യാപാര ബന്ധങ്ങൾ വഴി ഓടനാട് രാജാവുമായി ചെട്ടിമാർക്ക് വലിയ ബന്ധമായിരുന്നു. ചെട്ടിമാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സ്ഥലം എന്ന നിലയിൽ ഓടനാടിന്റെ പഴയ നീട്ടുകളിൽ ഈ പ്രദേശത്തെ ചെട്ടിക്കുളങ്ങരയെന്ന് രേഖപ്പെടുത്തുകയും ക്രമേണ അത് സ്ഥലപ്പേരായി മാറുകയും ചെയ്തു എന്ന് പഴമ. കുമ്പളത്ത് കുടുംബത്തിന്റെ പരദേവതയായ കാവിലമ്മയും നാഗരാജാവും മറ്റും ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന പഴയ കാവിലായിരുന്നു പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത്. കുടുംബ പാരമ്പര്യമനുസരിച്ച് കുമ്പളത്ത് കുടുംബത്തിലെ നിത്യാനന്ദ യോഗീശ്വരൻ എന്ന വലിയച്ഛൻ കാവിലമ്മയെ നിത്യവും പൂജിച്ച് ആരാധിച്ചു പോന്നിരുന്നു. അക്കാലത്ത് മതപ്രചരണാർത്ഥം ബുദ്ധ സന്യാസിമാർ ചെട്ടിക്കുളങ്ങര സന്ദർശിക്കാറുണ്ടായിരുന്നു. ബുദ്ധസങ്കല്പത്തിൽ ആകൃഷ്ടനായ യോഗീശ്വരൻ കാവിലമ്മയെ ദേവീ സങ്കല്പത്തിൽ ഭജിച്ചു തുടങ്ങിയെന്നും പറയപ്പെടുന്നു. യോഗീശ്വരന്റെ കാലശേഷം ഈ കാവിൽ മണാത്ത് ഭവനത്തിൽ ശേഖരൻ താങ്കളെന്ന വലിയച്ഛൻ പൂജാകർമ്മങ്ങൾ നടത്തിപ്പോന്നു. തുടർന്ന് ശേഖരൻ താങ്കളും 7 കുടുംബകാരണവന്മാരും പൊന്നാനിയിലെത്തി ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ മുഖം കാണിച്ചു. ശേഖരൻ താങ്കൾ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ തന്റെ ആഗമനോദ്ദേശം അറിയിച്ചു. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ അവർക്ക് ചില നിർദ്ദേശം കൊടുത്തു. മലപ്പുറം ജില്ലയിലെ ചാലിശ്ശേരിയിലുള്ള മുക്കോല ക്ഷേത്രങ്ങളിലൊന്നായ കണ്ണേങ്കാവ് ഭഗവതിയെ 3 ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടെ ഭജിക്കണമെന്നതായിരുന്നു അത്. ഇതിനു വേണ്ടതായ കാര്യങ്ങൾക്ക് ക്ഷേത്രം തന്ത്രിയായ ചേനാസ് നമ്പൂതിരിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അറിയിച്ചു. ഇതുപ്രകാരം ഭജനം തുടങ്ങിയ ശേഖരൻ താങ്കൾക്ക് ചില അനുഭവങ്ങളുണ്ടായി. ആദി ശങ്കരാചാര്യർക്ക് ധ്യാനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭദ്രകാളിയാണ് കണ്ണേങ്കാവ് ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്നതെന്നും സ്വയംഭൂവായ വിഗ്രഹമാണ് ഇവിടെയെന്നും ചേനാസ് ശേഖരൻ താങ്കൾക്ക് പറഞ്ഞുകൊടുത്തു. ആഴ്വാഞ്ചേരി മനയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ഗണപതി വിഗ്രഹം അദ്ദേഹം ശേഖരൻ താങ്കൾ എന്ന വലിയച്ഛനെ ഏൽപ്പിച്ചു. ഈ വിഗ്രഹമാണ്
ചെട്ടിക്കുളങ്ങര ശ്രീകോവിലിനോട് ചേർന്ന് തെക്കുവശത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ചെട്ടിക്കുളങ്ങരയിലെ പ്രതിഷ്ഠ കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്കു ശേഷം മുറജപത്തിന് നേതൃത്വം നൽകിയ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ തിരുവനന്തപുരത്തു നിന്നും മടങ്ങുമ്പോൾ ചെട്ടിക്കുളങ്ങര ക്ഷേത്രം സന്ദർശിച്ചതായി ചരിത്രം പറയുന്നു. ചൈതന്യവത്തായ ചെട്ടിക്കുളങ്ങരയിലെ ദേവീ പ്രതിഷ്ഠയിൽ തന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടതിൽ തമ്പ്രാക്കൾ അതീവ സന്തുഷ്ടി പ്രകടിപ്പിക്കുകയുണ്ടായി. മുക്കോല ക്ഷേത്രങ്ങളിലൊന്നായ കണ്ണേങ്കാവ് ഭദ്രകാളിയുടെ ചൈതന്യം പ്രതിഫലിക്കുമെന്നും ഈ പ്രദേശത്തെ ഐശ്വര്യ സമ്പൂർണമാക്കി ഭഗവതി കാത്തുരക്ഷിക്കുമെന്നും തമ്പ്രാക്കൾ ആശീർവദിക്കുകയും ചെയ്തു. ചെട്ടിക്കുളങ്ങരയിലെ പ്രതിഷ്ഠാ ലക്ഷണങ്ങൾ അനുസരിച്ച് വ്രതാനുഷ്ഠാനങ്ങളോടെ 21 ദിവസം ഭജനം ചെയ്താൽ സർവ അഭീഷ്ട സിദ്ധി ഉണ്ടാകുമെന്നും തമ്പ്രാക്കൾ അഭിപ്രായപ്പെട്ടു. പിന്നീട് ചെട്ടിക്കുളങ്ങരയിൽ മടങ്ങിയെത്തിയ ശേഖരൻ താങ്കളും നാട്ടുപ്രമാണിമാരും ക്ഷേത്ര നിർമ്മാണത്തിനു വേണ്ടി പ്രസിദ്ധനായ ഒരു ജ്യോതിഷിയെ വരുത്തി പ്രശ്നചിന്ത തുടങ്ങി. പ്രശ്നചിന്തയിൽ മഹാസരസ്വതി, മഹാലക്ഷ്മി, ഭദ്രകാളി എന്നീ ശക്തികളുടെ വിവിധ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം പ്രതിഷ്ഠ എന്ന് വിധിക്കപ്പെട്ടു. മകരമാസത്തിലെ ഉത്രട്ടാതിക്ക് പ്രതിഷ്ഠ നടത്തണമെന്നും തീരുമാനിച്ചു. ശ്രീകോവിലും വിഗ്രഹവും നിർമ്മിക്കുന്നതിന്റെ എല്ലാ ചെലവുകളും കായംകുളം, മാവേലിക്കര, കൊടുങ്ങല്ലൂർ കൊട്ടാരങ്ങൾ ഏറ്റെടുത്തു. പ്രതിഷ്ഠാ ദിവസത്തെ എല്ലാ ചെലവുകളും 6 വീട്ടിൽ മാടമ്പിമാരും ഏറ്റെടുത്തു. തൃശൂരിലെ വേദമഠാധിപതിയായ നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം വല്യച്ഛൻ ആദിശങ്കരാചാര്യ ശിഷ്യനായിരുന്ന പത്മപാദാചാര്യർ മാവേലിക്കരയിലെ കണ്ടിയൂർ ശിവക്ഷേത്രത്തിൽ കിരാതമൂർത്തി പ്രതിഷ്ഠയ്ക്കായി വന്നു ചേർന്നപ്പോൾ അവിടെ ചെന്ന് ആചാര്യരെ കാണുകയും ചെട്ടിക്കുളങ്ങരയിൽ പ്രതിഷ്ഠ നടത്തണമെന്ന് ബോധിപ്പിക്കുകയും ചെയ്തു. മകരത്തിലെ ഉത്രട്ടാതിക്ക് പ്രതിഷ്ഠാകർമ്മം നിശ്ചയിച്ചു. പ്രതിഷ്ഠാകർമ്മത്തിന് ആവശ്യമായ വസ്തുക്കളുമായി കൊടുങ്ങല്ലൂർ തമ്പുരാൻ പരിവാര സമേതം 4 ദിവസം മുമ്പ് തന്നെ ചെട്ടിക്കുളങ്ങരയിൽ എത്തി. കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ ശാന്തിക്കാരിൽ ഒരാളെയും തമ്പുരാൻ കൂടെ കൂട്ടിയിരുന്നു. പത്മപാദാചാര്യരുടെ പ്രധാന സഹായികളായി പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുക്കാൻ താഴമൺ ഇല്ലത്തെ തന്ത്രി മുഖ്യനും വാളക്കോട്ട് ഇല്ലത്തെ നമ്പൂതിരിയും സന്നിഹിതരായിരുന്നു. സപ്തമാതൃക്കളെ പ്രതിനിധാനം ചെയ്യുന്ന 7 ദളങ്ങളോട് കൂടിയ ശ്രീചക്രത്തിൽ ജഗദംബികയെ ആവാഹിച്ച് ചൈതന്യം പകർന്ന് പത്മപാദാചാര്യർ ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് ജഗദംബികയുടെ അലങ്കാര വിഗ്രഹം പ്രതിഷ്ഠിച്ചു. രുരുജിത് വിധാനത്തിലുള്ള പ്രതിഷ്ഠയാണ് നടത്തിയതെന്ന് പറയപ്പെടുന്നു. മകരമാസത്തിലെ ഉത്രട്ടാതി ദിവസം 10 നാഴിക പുലർന്നപ്പോഴായിരുന്നു ചെട്ടിക്കുളങ്ങര ദേവിയെ പ്രതിഷ്ഠിച്ചത്. ഭഗവതിയുടെ തേജസ്സിന്റെ ഉഗ്രതയ്ക്ക് ശമനം വരുത്താൻ ശ്രീചക്രത്തിന് സമീപം വിഷ്ണുവിന്റെ സങ്കല്പ പ്രതിഷ്ഠയുമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കായംകുളം രാജാവ് ഏൽപ്പിച്ച സാളഗ്രാമവും ഇവിടെ സ്ഥാപിക്കുകയാണുണ്ടായതെന്ന് പറയപ്പെടുന്നു. വല്യച്ഛന്റെ കൈവശം ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഏൽപ്പിച്ച ഗണപതി വിഗ്രഹം ഗർഭഗൃഹത്തോട് ചേർന്ന് തെക്കുവശത്തും പ്രതിഷ്ഠിച്ചു. സംതൃപ്തനും സന്തോഷവാനുമാണ് ഈ ഗണപതി. ക്ഷേത്രത്തിലെ പൂജാവിധികൾ ഇപ്രകാരമായിരുന്നു നിർദ്ദേശിക്കപ്പെട്ടത്. പ്രഭാതത്തിൽ മഹാസരസ്വതിയെ ധ്യാനിച്ച് ത്രിമധുരവും മലരും ചെറുപായസവും നിവേദിക്കുക. മധ്യാഹ്നത്തിൽ മഹാലക്ഷ്മി സങ്കല്പത്തിൽ ധ്യാനിച്ച് കൂട്ടുപായസം നിവേദിക്കുക. സായാഹ്നത്തിൽ ഭദ്രകാളി സങ്കല്പത്തിൽ ധ്യാനിച്ച് നെയ്പായസവും നെയ്യപ്പവും നിവേദിക്കുക. ഭഗവതിക്ക് സംഹാരദുർഗയുടെ അഥവാ ഭദ്രകാളിയുടെ ഭാവമുള്ളതുകൊണ്ട് രക്തപുഷ്പാഞ്ജലിയും കുങ്കുമാർച്ചനയും പാനയും കുരുതിയും പ്രധാനം. ചെട്ടിക്കുളങ്ങരയിൽ കുടിയിരിക്കുന്ന ജഗദംബിക ആധ്യാത്മിക ഭാവത്തിൽ ബ്രഹ്മവിദ്യാ സ്വരൂപിണിയും ഭൗതിക ഭാവത്തിൽ കുണ്ഡലിനി ശക്തിയും ഭക്തഭാവത്തിൽ സർവ അഭീഷ്ട പ്രദായിനിയുമാണ്. 1000 തിരിയിട്ട നെയ്വിളക്കിൻ മുന്നിൽ ആരാധനയ്ക്കായി നിന്നു, ദീപാരാധനയ്ക്കായി നിന്നു. 1000 തിരിയിട്ട സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പ്രാധാന്യം വെളിവാക്കുന്ന കഥകളും കവിതകളും പാട്ടുകളും കുഞ്ഞുനാൾ മുതൽ കുട്ടികളിൽ ശീലിപ്പിക്കുക. അത് അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ സഹായിക്കും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.